നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ രാത്രി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അവൾ എന്തെല്ലാമോ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് നിങ്ങൾക്ക് എത്രയായിട്ടും മനസ്സിലാവുന്നില്ല. അവൾ എന്താണ് സംസാരിക്കാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പിറ്റേ ദിവസവും നിങ്ങളുടെ വീട്ടിൽ രാത്രിയാകുമ്പോൾ അവൾ നിങ്ങളെയും തിരഞ്ഞ് നിങ്ങളുടെ വീട്ടിലെത്തും. എന്നാൽ ഇത്തവണ അവളൊരു പേജിൽ എന്തെല്ലാമോ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇവളും നിങ്ങളുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അതിനും യാതൊരു ബന്ധവുമില്ല. ഇതേപോലുള്ളൊരവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമയിലെ നായകന് സംഭവിക്കുന്നത്. അവനെ കാണാനായിട്ട് രാത്രിയാകുമ്പോൾ ഒരു പെൺകുട്ടി വരുന്നു. അവസാനം ഇതിൻ്റെ എല്ലാം സത്യം തിരഞ്ഞു പോകുന്ന അവന് അവൻ്റെ ജീവിതത്തിലെ പല പല സത്യങ്ങളാണ് ചുരുളഴിക്കാനായിട്ട് പറ്റുന്നത്. അവസാനം നമ്മളും ഹീറോയും എത്ര ചിന്തിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു വലിയ ട്വിസ്റ്റ് കൂടെ സമ്മാനിച്ചാണ് സിനിമ അവസാനിക്കുക. നമുക്കൊരിക്കലും ഈ സിനിമയുടെ ക്ലൈമാക്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സിനിമ തുടങ്ങിയ പോലെയല്ല അവസാനിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ സിനിമ വേറെ എവിടെയും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കാണാത്തൊരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് 2015 റിലീസ് ചെയ്ത ബാക്ക് ട്രാക്ക് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഹീറോ രാവിലെ തന്നെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാണ്. എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ 2 പിള്ളേർ ഓടി കളിക്കുന്നുണ്ട്. അപ്പോഴാണ് തൊട്ടടുത്തിന്ന് ഭാര്യ എന്തോ ഒരു ദീനശൈലിയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. ഹീറോ അവളുടെ അടുത്ത് ചെന്ന് നീ എന്തെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ അവൾ തീരെ ഓക്കെ അല്ല. നീ വീണ്ടും ഉറങ്ങിക്കോ, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് ഹീറോ അവൾക്ക് പുതച്ചു കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന റൂമിലെ വാതിൽ ടക്കെ ടക്കയാന്ന് അടയുന്നുണ്ട്. അടയ മാത്രമല്ല തുറകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ടക്കെ ടക്കെ എന്നുള്ള ശബ്ദം. ഹീറോ ആ റൂമിലേക്ക് കയറി ചെന്ന് അകത്തുണ്ടായിരുന്ന ജനൽ അടച്ചു കളയും. ഹീറോ ഇപ്പോൾ ഈ വീട്ടിലേക്ക് മാറി താമസിച്ചിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ. ഹീറോക്കൊരു മകളുണ്ടായിരുന്നു. ആദ്യം താമസിച്ച സ്ഥലത്ത് നിന്നാണ് മകൾ മരണപ്പെടുന്നത്. എന്നാൽ അവിടെ വെച്ച് അവളുടെ ഓർമ്മകളെല്ലാം അവരെ അലട്ടാൻ തുടങ്ങിയപ്പോൾ അവർ വീട് മാറിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് മാറി താമസിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് ഇറങ്ങുന്ന ഹീറോ നേരെ ജോലിക്കാണ് പോകുന്നത്. ഹീറോ ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. പലതരം രോഗമുള്ള ആളുകൾ ഹീറോയെ കാണാനായിട്ട് വരും. അവരുടെ രോഗം എന്താണെന്ന് ഹീറോ കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കും. അതാണ് ഹീറോയുടെ ജോലി. അവിടെ നിന്ന് രോഗിയായിട്ട് ഒരു അപ്പാപ്പൻ വന്നിട്ടുണ്ട്. അങ്ങേരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അങ്ങേര് പറയും ഞാനൊരു മ്യൂസീഷ്യനാണ്. എല്ലിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ മ്യൂസിക് പരിപാടികളെല്ലാം ചെയ്യുന്നത്. അതിന് ഹീറോ ചോദിക്കും എല്ലിംഗ് എന്ന് പറയുന്ന സ്ഥലം ആ 3 പ്രതിമകൾ ഉണ്ടായിരുന്ന ആ സ്ഥലമാണോ? അതെ, അത് തന്നെയെന്ന് അപ്പാപ്പൻ പറയുമ്പോൾ ഹീറോ പറയും ആ സ്ഥലം നശിച്ചു പോയിട്ട് ഇപ്പോൾ വർഷങ്ങളായി. ഇതേതാണ് വർഷം എന്ന് ചോദിക്കുമ്പോൾ 1987 ആണെന്നാണ് പറയുക. പക്ഷേ ഈ കാലഘട്ടം 2007 ഹീറോ പെട്ടെന്ന് തന്നെ പുസ്തകത്തിൽ കുറിച്ച് വെക്കും അപ്പാപ്പൻ അൾഷിമേഴ്സ് രോഗമാണ് ബാധിച്ചിരിക്കുന്നത്. അവിടുന്ന് ഹീറോ നേരെ ചെല്ലുന്നത് ഹീറോയുടെ പ്രൊഫസറുടെ അടുത്തേക്കാണ്. ഈ പ്രൊഫസറാണ് ഹീറോക്ക് ഈ രോഗികളെ എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പണ്ട് ഈ നാട്ടിലെ കോളേജിൽ വെച്ച് ഹീറോയെ ആ പ്രൊഫസർ പഠിപ്പിച്ചു കൊടുത്തതായിരുന്നു. എന്നാൽ കോളേജിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണിനെയും വിവാഹം ചെയ്തിട്ട് ഹീറോ നാട് തന്നെ വിട്ടുപോയി. ഇപ്പം മകള് മരിച്ചത് കൊണ്ട് ആ നാട്ടിൽ നിൽക്കാൻ പറ്റാതായി വന്നപ്പോൾ ഹീറോ തിരിച്ചു തന്നെ നാട്ടിലേക്ക് വന്നതാണ്. എന്നാൽ പെട്ടെന്ന് ഈ നാട്ടിലെത്തിയ ഹീറോക്ക് രോഗികളെയും ജോലിയും എല്ലാം സെറ്റായി കൊടുത്തത് ശരിയായി കൊടുത്തത് ഈ പ്രൊഫസറാണ്. ആശാൻ ചോദിക്കും നിന്റെ ഭാര്യ എങ്ങനെയാണ്, ഇപ്പോൾ ഓക്കെ ആണോ, എല്ലാം റിക്കവർ ആയിട്ട് വന്നിട്ടുണ്ടോ? ഹീറോ ആണെങ്കിൽ കരഞ്ഞാണ് പറയുക അവൾ ഇതുവരെ ഓക്കെ ആയിട്ടില്ല. അതുപോലെ തന്നെ ഞാനും. പ്രൊഫസർ ചോദിക്കും നിനക്ക് നിന്റെ മകളുടെ പേര് ഇപ്പോഴെങ്കിലും പറയാൻ പറ്റുമോ? ഹീറോ കരഞ്ഞുകൊണ്ട് ഈവി എന്ന് പറയും. ഹീറോക്ക് ആ പേര് പോലും പറയാൻ പറ്റുന്നില്ല. അത്രയും മാനസികാവസ്ഥയിൽ തളർന്നിരിക്കുകയാണ് ഹീറോ. പ്രൊഫസർ വീണ്ടും ചോദിക്കും അന്ന് നിന്റെ മകൾക്ക് ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ അതെന്താണ് സംഭവിച്ചതെന്ന് നീ കണ്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. ആ സമയത്ത് നീ മറ്റെന്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. അതെന്താന്ന് നിനക്കിപ്പോഴും ഓർമ്മയുണ്ടോ? എന്നാൽ ഹീറോക്ക് അത് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഒന്നുകൂടെ ചിന്തിച്ചു നോക്കുമ്പോൾ ഹീറോ അവളെ സൈക്കിൾ ഓടിക്കാൻ റോട്ടിൽ കൂടെ പഠിപ്പിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഹീറോ മറ്റെന്തിലേക്കോ ഒന്ന് ശ്രദ്ധിക്കുന്നത്. ഒരു ടോയ് ഷോപ്പിലേക്കാണ് ഹീറോ നോക്കുന്നത്. പക്ഷേ ടോയ് ഷോപ്പിലേക്ക് എന്താണ് നോക്കിയെന്ന് ഹീറോക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവിടുന്ന് ഹീറോ വീണ്ടും ഓഫീസിലേക്ക് തന്നെ തിരിച്ചെത്തും. പലതരം രോഗികൾ വരുന്നുണ്ട്. എല്ലാവരോടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ രോഗം എന്താണെന്ന് ഹീറോ പറഞ്ഞു കൊടുക്കും. അവസാനമായിട്ട് ഒരു സ്വർണ്ണമുടിക്കാരി പെണ്ണാണ് വരുന്നത്. ചേച്ചിയാണ് വരുന്നത്. അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറയും. എന്നാൽ ഹീറോക്ക് അതെല്ലാം കേട്ട് ബോറടിക്കുമ്പോൾ ബുക്കിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ചോദിക്കും ഞാൻ പറയുന്നതല്ല നിങ്ങൾക്ക് ബോറടിച്ച് വരുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ പറഞ്ഞോളൂ എന്ന് ഹീറോയും പറയും. എൻ്റെ മകളുടെ പേര് ബെന്നി എന്നാണ്. അത് അവളുടെ റിയൽ നെയിം അല്ല, പക്ഷേ ഞാൻ അവൾ അങ്ങനെയാണ് വിളിക്കാറ്. പക്ഷേ എനിക്കിപ്പോൾ ഞാൻ അവളുടെ മുന്നിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും തോന്നുന്നില്ല. ഞാൻ മരിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഹീറോ ചോദിക്കും നിങ്ങൾക്ക് മരിക്കാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ചേച്ചി പറയും അതിനെനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ ചേച്ചിയെ കൂടെ പറഞ്ഞു വിട്ട് അവസാനമായിട്ട് അവിടെ ഒരു രോഗിയൂടെ വന്നിട്ടുണ്ട്. ആരാന്ന് ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയാണ് വന്നിരിക്കുന്നത്. കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും സംസാരിക്കില്ല. ഹീറോ അവളെ വിളിച്ചിട്ട് റൂമിലേക്ക് കയറ്റിയിരുത്തും. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും സംസാരിക്കുന്നില്ല. ഹീറോ വീണ്ടും വീണ്ടും അവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ അവളാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. പോക്കറ്റിൽ നിന്ന് അവളുടെ സ്കൂളിൽ ID കാർഡ് എടുത്ത് നോക്കുമ്പോൾ അതിൽ അവളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എലിസബത്ത് വാലന്റൈൻ. ഓക്കെ എലിസബത്ത്, നിനക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ നീ പുസ്തകത്തിൽ നിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞ് ഹീറോ ഒരു പുസ്തകം അവളുടെ മുന്നിൽ വെച്ച് കൊടുക്കും. അന്നേരം ആ പെൻസിൽ മെല്ലെ മെല്ലെ വരയ്ക്കാൻ തുടങ്ങും. സംഭവം എന്താന്ന് വെച്ചാൽ ഹീറോയുടെ ഓഫീസിന്റെ തൊട്ടടുത്തായിട്ട് ഒരു റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് അതിലെ ട്രെയിന് പോകുന്ന സമയത്ത് അവിടെ മൊത്തമായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യും. അവൾ പേടിക്കുന്ന കാണുമ്പോൾ അതൊരു ട്രെയിനാണെന്ന് പറഞ്ഞ് ഹീറോ ജനല അടച്ചിട്ട് തിരിച്ചു വരാൻ നേരത്ത് അവളെ കാണുന്നില്ല. എന്നാൽ ആ പേജിൽ അവൾ എന്തോ ഒരു നമ്പർ
എഴുതി വെച്ചിട്ടുണ്ട് 1275. അതെന്താണെന്നും ഹീറോക്ക് മനസ്സിലാവില്ല. തിരിച്ച് വീട്ടിലെത്തുന്ന ഹീറോ മകളുടെ ഓർമ്മകളെല്ലാം അടക്കി വെച്ചിരുന്ന ഒരു പെട്ടി തുറന്നിട്ട് അവളുടെ ഓർമ്മകളെല്ലാം എടുത്തു നോക്കും. അന്നേരം ഭാര്യ അങ്ങോട്ട് വന്ന് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മകളുടെ വാർഷികമാണ്. വാർഷികം എന്ന് വെച്ചാൽ പരിപാടികളെല്ലാം നടത്താനുള്ള ദിവസമല്ലേ എന്ന് ഭാര്യ ചോദിക്കും. നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കില്ല എന്ന് ആദ്യമേ പ്രോമിസ് ചെയ്തതാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഇതെല്ലാം വീണ്ടും വീണ്ടും എടുത്തു നോക്കുന്നത്? പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ ഭാര്യ ഹീറോയോട് പറയും. അങ്ങനെ അടുത്ത ദിവസം ഹീറോ ജോലിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നേരത്താണ് ഓഫീസിൽ നിന്ന് കാശ് എടുക്കാൻ മറന്നു പോവുക. പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ തിരിച്ചകത്തേക്ക് കയറുമ്പോൾ ഓഫീസ് തുറന്നു കിടക്കാണ്. മാത്രമല്ല താഴെ ഒരു പാവക്കുട്ടി വീണ് കിടക്കുന്നുണ്ട്. ഹീറോ അതും എടുത്തുകൊണ്ട് ഓഫീസിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ എലിസബത്ത് വാലന്റൈൻ എന്ന ആ പെൺകുട്ടി ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളാണെങ്കിൽ ഒരു മൂളിപ്പാട്ട് പാടുന്നുണ്ട്. ഹീറോ പേടിച്ചുകൊണ്ട് നീ എന്താണ് നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മൂളിപ്പാട്ടിന്റെ ശബ്ദം മാറി മാറി വരും. കുറച്ചുകൂടെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് അവൾ മൂളിപ്പാട്ട് പാടാൻ തുടങ്ങും. ഹീറോ പേടിച്ച് നീ എന്താണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്ക് അവളുടെ കഴുത്തിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ പൊന്തി വരുന്നുണ്ട്. പിന്നെ അവളുടെ മുഖം മാറി മാറി ഒരു പ്രേതം പോലെ ആയി മാറും. ഹീറോ പേടിച്ച് അവളെ എടുത്തിട്ട് സോഫയിൽ കിടത്തി അവൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നെടുത്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ കാണുന്നില്ല. പിറ്റേന്ന് ഹീറോ പ്രൊഫസറുടെ അടുത്ത് വന്ന് ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞെടുക്കും. എന്നാൽ പ്രൊഫസർ സാധാരണ ഹീറോ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. കാരണം മകൾ മരിച്ചതുകൊണ്ട് തന്നെ ഹീറോ ഇതുപോലെ ഓരോ കാര്യങ്ങൾ രാത്രി കണ്ടുവരാറുള്ളത് പതിവാണ്. പക്ഷേ ഇപ്പോൾ ഹീറോ ആ പാവക്കുട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രൊഫസർക്ക് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. ആ കുട്ടിയുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ എലിസബത്ത് വാലന്റൈൻ എന്ന് ഹീറോ പറഞ്ഞു കൊടുക്കും. കുറച്ചു നേരം ചിന്തിച്ചിട്ട് പ്രൊഫസർ പറഞ്ഞു കൊടുക്കും ഈ പ്രശ്നങ്ങളുടെ ഉത്തരം ആ കുട്ടിയുടെ പേരിൽ തന്നെ കിടക്കുന്നുണ്ട്. അവളുടെ പേരിന്റെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ എടുത്തു നോക്ക്. എലിസബത്ത് വാലന്റൈൻ. ഹീറോ ആദ്യത്തെ 2 അക്ഷരങ്ങൾ എടുത്തു നോക്കുമ്പോൾ EV. ഹീറോയുടെ മകളുടെ പേരാണ് EV. അപ്പോഴാണ് ഹീറോക്ക് മനസ്സിലാവുക ഇതെല്ലാം യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ല, ഹീറോയുടെ മനസ്സിൽ കണ്ടുകൂട്ടിയതാണ് ഇതെല്ലാം. പ്രൊഫസർ പറയും നിന്റെ സ്വപ്നങ്ങളിൽ നിന്നെ ആരോ വേട്ടയാടുന്നുണ്ട്, അത് ആരാന്ന് നീ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ നിന്റെ മകള് പണ്ട് ആക്സിഡന്റ് ആയ സമയത്ത് നീ എന്തിലേക്കായിരുന്നു നിന്റെ ശ്രദ്ധ കൊടുത്തിരുന്നത്, അതെന്താന്ന് നീ കണ്ടുപിടിക്കണം. ഹീറോ എന്താണ് സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവാതെ ഓഫീസിൽ വന്നിരിക്കുമ്പോൾ എലിസബത്ത് വാലന്റൈൻ കൊടുത്തിരുന്ന ആ ID കാർഡ് എടുത്തു നോക്കും. പെട്ടെന്നാണ് പുറത്തുനിന്ന് ആരോ ബെല്ലടിക്കുന്ന ശബ്ദം. അത് അവളായിരിക്കുമെന്നും പേടിച്ചുകൊണ്ട് ഹീറോ പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. എന്നാൽ തിരിച്ച് ഓഫീസിലേക്ക് കയറാൻ നേരത്ത് അകത്ത് വന്ന് നിൽപ്പുണ്ട് എലിസബത്ത് വാലന്റൈൻ. അവള് ഹീറോയുടെ മകളുടെ രൂപത്തിലാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോ കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവള് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാഞ്ഞു പോകും. ഹീറോ പേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് ട്രെയിനിൽ വരുന്ന സമയത്ത് ഹീറോ ഇറങ്ങിപ്പോകും. കണ്ണ് തുറക്കുമ്പോൾ മുന്നിൽ സ്വർണ്ണമുടിക്കാരി പെണ്ണാണ് നിൽക്കുന്നത്. ചേച്ചി പറയും നിങ്ങളുടെ സ്റ്റോപ്പ് കഴിഞ്ഞു പോയി, കുഴപ്പമില്ല, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് തിരിച്ചൊരു വണ്ടി പിടിച്ചാൽ മതി. ഞാൻ നിങ്ങളുടെ രോഗിയാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കുമ്പോൾ ഹീറോ മനസ്സിലായെന്ന് പറയും. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല എന്ന്. അതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ? ഹീറോക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവൾ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നതെന്നാണ് ഹീറോ വിചാരിക്കുന്നത്. പെട്ടെന്ന് അവിടെയുള്ള കരണ്ട് പോകും. ചേച്ചി ഒരു പ്രേതത്തിന്റെ രൂപത്തിൽ ഹീറോയുടെ അടുത്തേക്ക് ഹാന്ന് ശബ്ദം ഉണ്ടാക്കി വരും. എന്നാൽ പെട്ടെന്ന് തന്നെ എല്ലാം ഓക്കെ ആകും. മുന്നിലിപ്പോൾ സ്വർണ്ണമുടി ചേച്ചി വന്നിരിക്കുന്ന പോലുമില്ല. ഹീറോ ഇറങ്ങിയിട്ട് പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന നേരത്താണ് സ്വർണ്ണമുടി ചേച്ചി ഒരു പ്രേതത്തിന്റെ രൂപത്തിൽ തൊട്ട് സൈഡിലായിട്ട് തൂങ്ങിക്കിടക്കുന്നത്. അവള് പ്രേതത്തിന്റെ രൂപത്തിയല്ല, അവളൊരു പ്രേതം തന്നെയാണ്. എന്നാൽ ഇതെല്ലാം ഹീറോക്ക് സ്ഥിരം കാണുന്ന കാഴ്ചകൾ പോലെ ആയിട്ടുണ്ട്. ഹീറോ അധികം പേടിയൊന്നുമില്ല. ഹീറോ കരഞ്ഞുകൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. പിറ്റേന്ന് ഓഫീസിൽ വന്ന് ഇന്റർനെറ്റിൽ എലിസബത്ത് വാലന്റൈൻ എന്ന ആ പെൺകുട്ടിയെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കും. അപ്പോഴാണ് മനസ്സിലാവുക അവൾ 1987 മരിച്ചുപോയ ഒരു കുട്ടിയാണ്. അപ്പൊ തന്നെ ഹീറോ സ്വർണ്ണമുടിക്കാരി പെണ്ണിനെ കുറിച്ചും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവളും മരിച്ചു പോയവളാണ്. അതും 1987 അവൾ മരിച്ചിട്ടുള്ളത്. ഹീറോക്ക് ഒരു സംശയം തോന്നിയിട്ട് ഹീറോയെ കാണാൻ വന്നിരുന്ന എല്ലാ പേഷ്യൻസിനെ കുറിച്ചും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവരെല്ലാവരും 1987 ജൂലൈ 12 മരിച്ചു പോയവരാണെന്ന് മനസ്സിലാവും. അപ്പൊ തന്നെ എലിസബത്ത് വാലന്റൈൻ കൊടുത്തിരുന്ന ആ നമ്പറുകളെല്ലാം ഹീറോ എടുത്തു നോക്കും. അപ്പോഴാണ് മനസ്സിലാവുക 12/7/1987 എന്ന ഡേറ്റിനെയാണ് ആ നമ്പറുകളെല്ലാം കാണിക്കുന്നത്. ഇതെല്ലാം കണ്ട് ഹീറോ തരിച്ചിരിക്കുമ്പോഴാണ് ഹീറോയുടെ ജനലിനടുത്തിൽ കൂടെ പോകുന്ന ട്രെയിന് ആ സമയത്ത് അവിടെ ഒന്ന് സ്ലോ ആവുന്നത്. നോക്കുമ്പോൾ ആ കമ്പാർട്ട്മെന്റിൽ മരിച്ചു പോയിരുന്ന എല്ലാ ആളുകളും ഹീറോയെ നോക്കി നിൽപ്പാണ്. അതിന്റെ ഇടയിൽ എലിസബത്ത് വാലന്റൈൻ എന്ന ആ പെൺകുട്ടിയും നിൽക്കുന്നുണ്ട്. മെല്ലെ നടന്നു ചെന്ന് കർട്ടൻ അടച്ചു കളയും. അവിടെ നിന്ന് ഹീറോ നേരെ ചെല്ലുന്നത് പ്രൊഫസറിനെ കാണാനാണ്. അങ്ങേരോട് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം ഹീറോ പറയും. പ്രൊഫസർ ആണെങ്കിൽ അപ്പോഴും പറയുന്നത് ഇതെല്ലാം നിന്റെ തോന്നലാണ്, നീ ആലോചിച്ച് കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എന്നാണ്. അന്നേരം ഹീറോ ചോദിക്കും ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, ഈ രോഗികളെല്ലാം നിങ്ങളാണ് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നത്, അതുകൊണ്ട് അവരും നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രൊഫസർ പറയും അവരെല്ലാം ഞാനാണ് നിനക്ക് സജസ്റ്റ് ചെയ്ത് തന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ആരായിരിക്കും? അത് കേൾക്കുന്ന ഹീറോ പേടിച്ചുകൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാവുക അവിടെ പ്രൊഫസർ ഇരിക്കുന്നില്ല. ഈ പ്രൊഫസർ എന്ന മനുഷ്യനും ഹീറോയുടെ ഒരു തോന്നലായിരുന്നു. ഇതെല്ലാം കാണുന്ന ഹീറോക്ക് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല. ഹീറോ നേരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ഈ മരണപ്പെട്ട ആളുകളുടെ എല്ലാം ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കും.
നോക്കും. അപ്പോഴാണ് മനസ്സിലാവുക ഹീറോ ജനിച്ചു വളർന്നിരുന്ന നാട്, ആ നാടിനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ വീടുകളെല്ലാം വന്നിരിക്കുന്നത്. ഇതെല്ലാം കാണുന്ന ഹീറോക്ക് മനസ്സിലായി ഈ ആത്മാക്കളും ഞാനുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ഹീറോ അന്ന് രാത്രി വീട്ടിൽ കിടന്ന് കരയും. പിറ്റേന്ന് രാവിലെ ഭാര്യയോട് യാത്രയും പറഞ്ഞുകൊണ്ട് ഹീറോ നാട്ടിലേക്കാണ് വരുന്നത്. ജനിച്ചു വളർന്നിരുന്ന ആ നാട്ടിലേക്കാണ് ഹീറോ വരുന്നത്. ട്രെയിനും കയറി കുറേ ദൂരം യാത്ര ചെയ്താണ് ഹീറോ നാട്ടിലെത്തുക. അങ്ങനെ വീട്ടിൽ വന്ന് വാതിൽ മുട്ടുമ്പോൾ അച്ഛനാണ് വാതിൽ തുറക്കുന്നത്. അച്ഛനൊരു പോലീസ് ഓഫീസർ ആയിരുന്നു, ഇപ്പോൾ റിട്ടയർ ആയിട്ട് ഇരിക്കുകയാണ്. ഹീറോയുടെ അമ്മയാണെങ്കിൽ നേരത്തെ മരിച്ചുപോയി. അച്ഛൻ ചോദിക്കും, നീ കാറിലല്ല വന്നിരിക്കുന്നത്, ഭാര്യയും കൂടെ ഇല്ല, അതുകൊണ്ട് തന്നെ നീ എന്തൊരു ഉദ്ദേശം വെച്ചാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഹീറോ ചോദിക്കും, ഇതിപ്പോൾ ഞാനാണോ നിങ്ങളാണോ സൈക്കാട്രിസ്റ്റ്? അച്ഛൻ പറയും, സൈക്കാട്രിസ്റ്റ് നീ തന്നെ, പക്ഷെ ഞാനൊരു പോലീസ് ഓഫീസറാണ്. ഹീറോ ഞാനാണോ നിങ്ങളാണോ സൈക്കാട്രിസ്റ്റ് എന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഹീറോയെ കാണിക്കാനായിട്ട് ഇപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ അച്ഛൻ്റെ വർക്ക് ഷോപ്പിലേക്ക് കയറി നിൽക്കും. പണ്ട് അച്ഛൻ ജോലി സമയത്ത് ഹീറോയെ മൈൻഡ് ചെയ്തില്ലായിരുന്നു. ഹീറോയുടെ ചെറുപ്പത്തിൽ ഹീറോയെ മൈൻഡ് ചെയ്തില്ലായിരുന്നു. അതിൻ്റെ ഒരു വിഷമം ഹീറോക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോ അച്ഛന് സംസാരത്തിലൊന്നും വലിയ വില കൊടുക്കുന്നില്ല, വലിയ ബഹുമാനം കൊടുക്കുന്നില്ല. അതാണെങ്കിൽ അച്ഛൻ അറിയാവുന്ന ഒരു കാര്യമാണ്. അച്ഛൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാനും നിൽക്കില്ല. അവിടെ നിന്ന് ഹീറോ നേരെ ഹീറോയുടെ റൂമിലേക്കാണ് വരുന്നത്. ഇനി കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് ഹീറോ തിരിച്ചു പോകുന്നുള്ളൂ. റൂമിൽ നിന്ന് പഴയൊരു പെട്ടി എടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിലൊരു ന്യൂസ് പേപ്പർ കട്ടിങ് കിടക്കുന്നുണ്ട്. ഹീറോ അതെടുത്ത് വായിച്ചു നോക്കും. അതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അവിടെ നിന്ന് ഇറങ്ങുന്ന ഹീറോ നേരെ ചെല്ലുന്നത് ഒരു ബാറിലേക്കാണ്. അവിടെയാണെങ്കിൽ ഹീറോയുടെ പഴയൊരു കൂട്ടുകാരൻ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ആളെ കാണുമ്പോൾ തന്നെ എൻ്റെ മാതാവേ നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ച് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കും. നിന്റെ വിഷമം ഇപ്പം എന്താണെന്ന് എനിക്കറിയാം, നീ മുന്നോട്ട് പോകുന്ന സാഹചര്യം അതെന്താണെന്ന് എനിക്കറിയാം, അതിലെല്ലാം എനിക്ക് വിഷമമുണ്ടെന്ന് കൂട്ടുകാരൻ പറയും. എന്നാൽ ഹീറോ മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ പണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തില്ലായിരുന്നു, അതിലൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കൂട്ടുകാരൻ ചോദിക്കും, അതെന്തിനെ കുറിച്ചാണ് നീ സംസാരിക്കാൻ പോകുന്നത്? ഹീറോ ഒരു വർഷം പറഞ്ഞു കൊടുക്കും, 1987. എന്നാൽ കൂട്ടുകാരൻ അതൊന്നും മനസ്സിലാവില്ല. ഒന്നുകൂടെ ചിന്തിച്ച് നോക്ക്, നിനക്ക് മനസ്സിലാവുമെന്ന് പറയും. അപ്പോഴാണ് കൂട്ടുകാരന് മനസ്സിലാവുക, നീ ഈ ഒരു കാര്യം കുത്തിപ്പൊക്കാനാണോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നമുക്ക് ഈ ഒരു കാര്യം ഇപ്പോഴെങ്കിലും പോലീസിൽ പറഞ്ഞേ പറ്റൂ, കുറേ കാലമായിട്ട് അതെൻ്റെ ഉള്ളിൽ കിടക്കാണ്. അന്ന് എത്രയോളം ആളുകളാണ് മരിച്ചതെന്ന് നിനക്കറിയില്ല എന്ന് ഹീറോ ചോദിക്കും. അതിന് കൂട്ടുകാരൻ, ഇനി മേലാ നിന്നെ ഏരിയയിൽ കണ്ടുപോരുതെന്നും പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോകും. അവിടുന്ന് ഹീറോ നേരെ ചെല്ലുന്നത് ആ റെയിൽവേ ട്രാക്കിലേക്കാണ്. അവിടെയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു തടി വീടും കിടക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോക്ക് 1987 അവിടെ എന്താ സംഭവിച്ചതെന്ന് കാണാൻ പറ്റും. അന്ന് ഹീറോക്കും കൂട്ടുകാരനും 14 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അവർ ആ റെയിൽവേ ട്രാക്കിലൂടെ സൈക്കിൾ ഓടിച്ചു വരികയാണ്. അവർ തമ്മിൽ സംസാരിക്കുന്നത്, നമുക്ക് 14 വയസ്സായി, നമ്മൾ എന്നിട്ടും ഇതുവരെ ഒരു പെണ്ണിന്റെ രുചി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇവിടെ വെച്ചൊരു സ്ത്രീയെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് അവർ ആ തടി വീടിന്റെ അടുത്തെത്തും. അവർ സൈക്കിള് റെയിൽവേ ട്രാക്കിലേക്ക് ഇട്ടാണ് അവിടുന്ന് പോകുന്നത്. തൊട്ടകലെ ഒരു കൂനക്ക് മേലെയായിട്ട് കയറി നിന്ന് നോക്കുമ്പോൾ താഴെയായിട്ട് ഒരു കാറിൽ രണ്ടുപേരെന്തോ ചെയ്യുന്നുണ്ട്. ഹീറോ പറയും, നമുക്ക് ഇന്നും ഒരു കോൾ അടിച്ചല്ലോ, അതിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. അതിന് കൂട്ടുകാരൻ പറയും, ഒന്ന് പോടാ ചെറുക്ക, അതൊന്നും പോയി നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഹീറോക്ക് അത് എങ്ങനെയെങ്കിലും പോയി നോക്കിയേ പറ്റൂ. പോകാൻ നേരത്താണ് ദൂരെ നിന്ന് ട്രെയിൻ വരുന്ന ശബ്ദം. അവരപ്പോഴാണ് ആലോചിക്കുന്നത് അവരുടെ സൈക്കിൾ റെയിൽവേ ട്രാക്കിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഹീറോ സൈക്കിൾ എടുക്കാനായിട്ട് അപ്പോൾ തന്നെ അവിടുന്ന് ഓടും. എന്നാൽ റെയിൽവേ ട്രാക്കിൽ ഓടിച്ചെന്ന് എത്തുമെങ്കിലും ഹീറോയും പാസ് ചെയ്തുകൊണ്ട് ആ ട്രെയിൻ അവിടുന്ന് പോകും. അതിലൊരു കമ്പാർട്ട്മെന്റിൽ നിന്ന് ആ മരിച്ചു പോയിരുന്ന ആത്മാക്കൾ എല്ലാവരും ഹീറോയെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ അവർ വെച്ചിരുന്ന സൈക്കിളിന്റെ ഹാൻഡിലിൽ കയറുന്ന ട്രെയിനിന്റെ പാളം തെറ്റും. ട്രെയിൻ അപ്പോടെ മറിഞ്ഞു വീണു. ഇനി വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ മറിഞ്ഞു വീണ് അതും അറിയില്ല. ഇതെല്ലാം കൂടെ അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഹീറോക്ക് മനസ്സിലാവുക. അതേ സമയത്ത് ഹീറോ റൂമിൽ തുറന്നു വെച്ചിരുന്ന ആ ന്യൂസ് പേപ്പർ ഹീറോയുടെ അച്ഛൻ വന്ന് തുറന്നു നോക്കും. അപ്പോഴാണ് മനസ്സിലാവുക അന്ന് നടന്നിരുന്ന അപകടത്തിൽ 47ഓളം പേരാണ് മരിച്ചിരുന്നത്. അതേ സമയത്ത് ഇവിടെ നിൽക്കുന്ന ഹീറോയുടെ തൊട്ടടുത്തിരുന്ന മകള് അച്ഛാന്ന് വിളിക്കും. ഹീറോ നോക്കുന്ന നേരത്ത് മകളാണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത്. അവൾ ഇദ്ദേഹം മുന്നോട്ട് നോക്കൂന്ന് പറയുമ്പോൾ ട്രാക്കിൽ എലിസബത്ത് വാലന്റൈനും മകളും ഒരുമിച്ച് നിൽക്കുന്നത്. പെട്ടെന്ന് ട്രെയിൻ വന്ന് അവരെ ഇടിച്ചു തെറിപ്പിക്കും. അത് കാണുന്ന ഹീറോ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ആർത്ത് വിളിക്കും. ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഹീറോക്ക് മനസ്സിലാവുന്നില്ല. അവിടുന്ന് ഹീറോ സത്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. എന്നാൽ പോലീസ് സ്റ്റേഷന്റെ റോഡിൽ നിൽക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് എലിസബത്ത് വാലന്റൈൻ വന്ന് നിൽക്കുന്നുണ്ട്. അവളൊരു പ്രേതമായിട്ടാണ് വന്ന് നിൽക്കുന്നത്. പെട്ടെന്നാണ് അപ്പാപ്പൻ, ഹീറോ കൺസൾട്ട് ചെയ്തിരുന്ന അപ്പാപ്പനും ഹീറോയുടെ മുന്നിലേക്ക് വരിക. അങ്ങേരുടെ മുഖത്ത് നിന്ന് ചോരയെല്ലാം ഉറ്റി വീഴുന്നുണ്ട്. അത് കണ്ട് ഹീറോ പേടിച്ച് തറയിൽ വീഴുമ്പോൾ അങ്ങേര് മൈക്കിൾ ജാക്സനെ പോലെ 45 ഡിഗ്രിയിൽ വളഞ്ഞു വന്നിട്ട് ഹീറോയുടെ മുഖത്തേക്ക് ഒരു ചോരത്തുള്ളി ഇട്ട് കൊടുക്കും. ഹീറോ തുടച്ചു കളയുമ്പോൾ ചോരത്തുള്ളി വീണിട്ടില്ല. ഇതെല്ലാം കണ്ട് പേടിക്കുന്ന ഹീറോ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പറയേണ്ടെന്ന് വിചാരിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തും. രാത്രി ഉറങ്ങാൻ നേരത്താണ് മുറ്റത്തുണ്ടായിരുന്ന ഊഞ്ഞാല തനിയെ ആടുന്നത്. ആദ്യം അതൊറ്റക്കാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം അതിൽ എലിസബത്ത് വാലന്റൈൻ ആണ് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഹീറോയുടെ മകള്. ഇതെന്തൊക്കെയാണെന്ന് ഹീറോക്ക് മനസ്സിലാവില്ല. അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ചില്ലിലേക്ക് അവള് വരും. എന്നാൽ അധികം പേടിക്കാനൊന്നുമില്ല. ഇതെല്ലാം ഹീറോ ഒരു സ്വപ്നമായിട്ട് കണ്ടതായിരുന്നു.
പിറ്റേന്ന് രാവിലെ തന്നെ സത്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് ഹീറോ പോലീസ് സ്റ്റേഷനിലെത്തും. 1987 രാത്രി അവിടെ എന്താണ് സംഭവിച്ചിരുന്നത്, ട്രെയിന് മറിയാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഹീറോ പറഞ്ഞു കൊടുക്കും. അതെല്ലാം കേട്ട് കഴിഞ്ഞ് വേറെയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് പോലീസുകാരി പെണ്ണിന് മനസ്സിലാവുക ഹീറോ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ്റെ മകനാണ്. ഇതെല്ലാം നിങ്ങൾ അച്ഛനോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഇല്ലാന്ന് പറയും. എന്നാൽ ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് വരട്ടെ എന്ന് പറഞ്ഞ് പോലീസുകാരി കുറച്ച് ദൂരത്തേക്ക് ചെല്ലും. അന്നേരമാണ് ആ ടേബിളിലുണ്ടായിരുന്ന ഫോട്ടോ ഹീറോ കാണുന്നത്. ആ പോലീസുകാരി പെണ്ണ് സ്വർണ്ണമുടിക്കാരി പെണ്ണിൻ്റെ മകളാണ്. അവൾ തിരിച്ചു വരുമ്പോൾ ഹീറോ സംഭവിച്ചതിനെല്ലാം മാപ്പ് ചോദിക്കും. ഇനി എന്താണ് മുന്നോട്ടുള്ള നടപടികളെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, അർഹതപ്പെട്ട അധികാരികളെല്ലാം ഞാൻ അറിയിക്കാം, പക്ഷേ നിങ്ങളുടെ പേരിൽ ഒരു കേസൊന്നും വരില്ല. പണ്ട് നടന്ന ഒരു ചെറിയ പയ്യൻ്റെ, പ്രായപൂർത്തിയാവാത്ത പയ്യൻ്റെ ഒരു മിസ്റ്റേക്ക് അത്രമാത്രമേ ഈ കേസിൽ വരുള്ളൂ. എന്നാൽ ഹീറോ കൂടെ ആ കൂട്ടുകാരനുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പോലീസുകാരി പെണ്ണ് പറയും, സാധാരണ ആളുകൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വന്ന് തുറന്നു പറയാറില്ല. ആ ഒരു കാരണം കൊണ്ട് ഞാൻ നിങ്ങൾ അഭിമാനിക്കുന്നു. പോലീസുകാരി പെണ്ണ് പറയുന്നത് കേട്ടാ വിചാരിക്കും ഹീറോ അപകടം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് തന്നെയാണ് വന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതെന്നാണ്. 10-20 കൊല്ലം കഴിഞ്ഞ് വന്ന് പറയുന്ന കാര്യത്തിലാണ് നിങ്ങളെ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്നത്. എന്തായാലും പോലീസ് കൊണ്ട് പറയും, അന്ന് മരിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ ഈ നാട്ടിൽ വെച്ച് എൻ്റെ അമ്മ മാത്രമായിരുന്നു അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് അമ്മയില്ലാത്ത എനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിരുന്നത് നിങ്ങളുടെ അച്ഛനാണ്. നിങ്ങളുടെ അച്ഛൻ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു പോലീസുകാരിയെ മാറിയത്. അച്ഛൻ ഹീറോയെ കൂടുതലൊന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നെങ്കിലും ഈ ഒരു കാര്യത്തിൽ അച്ഛനോട് ഹീറോക്കൊരു ബഹുമാനം തോന്നും. എന്നാൽ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഹീറോ തിരികെ വീട്ടിലെത്തിയിട്ട് ആ ന്യൂസ് പേപ്പർ കത്തിച്ച് കളയും. എന്നാൽ ന്യൂസ് പേപ്പറിന് കത്താനായിട്ടൊരു മടി, അത് പൂർണ്ണമായിട്ട് കത്തുന്നില്ല. അന്നേരമാണ് ഹീറോ ഒരു ശബ്ദം കേൾക്കുന്നത്. ടക്ക് ടക്ക് ടക്ക്, വാതിൽ മുട്ടുന്ന ശബ്ദമാണ്. ഇതേപോലെ ഉണ്ടായിരുന്ന ശബ്ദം ഹീറോ ഇതിനു മുന്നേ ഹീറോയുടെ വീട്ടിൽ വെച്ചായിരുന്നു കേട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കാര്യം എന്താണെന്ന് മനസ്സിലാവാനായിട്ട് ഹീറോ അങ്ങോട്ട് ചെന്ന് നോക്കും. അങ്ങോട്ട് ചെന്ന് നോക്കാൻ ഹീറോയ്ക്ക് ചെറിയൊരു പേടിയുണ്ട്. അച്ഛനെയും വിളിച്ചുകൊണ്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. എന്നാൽ അച്ഛൻ അവിടെ എവിടെ ഇല്ല. ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഒരു സ്റ്റോർ റൂമിൻ്റെ ഡോറാണ് വന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുന്നത്. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ ലൈറ്റ് കത്തുന്നില്ല. ടോർച്ചും കത്തിച്ച് അകത്ത് കയറുമ്പോൾ തന്നെ പെട്ടെന്ന് അതിൻ്റെ ഡോർ അടഞ്ഞു കളയും. പെട്ടെന്ന് അവിടെ എവിടെയോ നിന്ന് എലിസബത്ത് വാലന്റൈൻ്റെ പ്രേതം വന്ന് ഹീറോയെ അടിച്ചിട്ട് കളയും. ഹീറോയുടെ ബോധം പോയി. കുറേ സമയം കഴിഞ്ഞ് ഹീറോയെ വിളിക്കുന്നത് ഹീറോയുടെ പ്രൊഫസറാണ്. പ്രൊഫസറെ കാണുമ്പോൾ തന്നെ ഹീറോ പറയും, നിങ്ങളെന്താ ഇവിടെ, നിങ്ങളൊക്കെ പ്രേതങ്ങളാണ്, പോ പോ. പ്രൊഫസർ പറയും, ഞങ്ങളെല്ലാം നിന്റെ ആത്മാക്കളാണ്, നീയാണ് ഞങ്ങളെ എങ്ങോട്ടും പോകാൻ സമ്മതിക്കാത്തത്. ഹീറോ പറയും, ഞാനെല്ലാം അവസാനിപ്പിച്ചു, പിന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നത്. പ്രൊഫസർ പറയും, നീ എല്ലാം അവസാനിപ്പിച്ചെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യം എന്താണ്. നീ വിചാരിക്കുന്നുണ്ടോ ഒരു സൈക്കിൾ കാരണം ഒരു വലിയ ട്രെയിൻ മറിഞ്ഞ് വീഴുമെന്ന്? ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. നോക്ക്, നിന്റെ മകൾ മരിച്ചതുപോലെ എങ്ങനെയാണെന്ന് നിനക്കറിയില്ല. നീ അന്ന് എന്തിലേക്കോ നിന്റെ ശ്രദ്ധ കൊടുത്തു. അതെന്തിലേക്കാണ് നീ ശ്രദ്ധ കൊടുത്തത്, അതെന്താണെന്ന് നീ മനസ്സിലാക്കിയെടുക്കണം. അതെന്താണെന്ന് മനസ്സിലാക്കിയാലേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റൂ. ഓർത്തു നോക്ക്, നീ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ ഓർമ്മ അതെന്താണെന്ന് ഓർത്തു നോക്ക്. ഹീറോ ഒന്നുകൂടെ ചിന്തിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഹീറോ നോക്കി നിന്നിരുന്ന് ഒരു ടോയ് ട്രെയിനാണ്. അതിലേക്ക് എന്തിനാണ് ഹീറോ നോക്കി നിന്നതെന്ന് ഹീറോക്ക് മനസ്സിലാവുന്നില്ല. അതേസമയത്ത് പോലീസുകാരി പെണ്ണ് പഴയ ട്രെയിൻ ദുരന്തത്തിൻ്റെ ഫയൽ എടുത്തു നോക്കുമ്പോൾ അതിൽ ഹീറോയുടെ അച്ഛൻ്റെ കാറിൻ്റെ തൊട്ടടുത്തായിട്ട് ഹീറോ നിൽക്കുന്നുണ്ട്. അത് ഹീറോ തന്നെയാണോന്ന് അവൾക്ക് ഉറപ്പില്ല, ചെറുപ്പകാലമല്ലേ, പക്ഷേ ഏകദേശം അത് ഹീറോ തന്നെയാണെന്ന് അവൾ മനസ്സിലാക്കും. പിറ്റേന്ന് ഹീറോ വീണ്ടും ആ ട്രെയിൻ ട്രാക്കിലേക്ക് ചെന്ന് നോക്കും. പഴയ കാര്യങ്ങളെല്ലാം ഓർത്തു നോക്കുമ്പോൾ കുറച്ചുകൂടെയുള്ള കാര്യങ്ങൾ ഹീറോക്ക് മനസ്സിലാവും. അന്ന് സൈക്കിൾ എടുക്കാനായിട്ട് ഹീറോ ട്രാക്കിലേക്ക് ഓടി വന്നപ്പോൾ ട്രെയിൻ എത്തുന്നതിൻ്റെ മുന്നേ ഹീറോ ട്രാക്കിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ നിൽക്കുന്ന ഹീറോയുടെ ശ്രദ്ധ തൊട്ടടുത്തുണ്ടായിരുന്ന തടി വീട്ടിലേക്കാണ് പോകുന്നത്. അതിനകത്തുണ്ടായിരുന്ന ഒരു ലിവർ വലിക്കുന്നത് ഹീറോക്ക് ഓർമ്മ വരും. അതിൻ്റെ ബാക്കി ഹീറോക്ക് ഓർമ്മയില്ല. എന്നാൽ ആ തടി വീട് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഹീറോ അതിനകത്ത് ആരെയോ ഒരാളെ കാണും. ഹീറോ എന്താണെന്നറിയാനായിട്ട് ചെന്ന് നോക്കുമ്പോഴാണ് കാണുക പഴയ കൂട്ടുകാരൻ അതിൽ തൂങ്ങി മരിച്ചു കിടക്കുന്നത്. ഹീറോ പേടിച്ച് അപ്പം തന്നെ പോലീസിലേക്ക് വിളിച്ചു പറയും. അങ്ങനെ ക്രൈം സ്പോട്ടിൽ പോലീസുകാരെത്തിയിട്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യും. അതേസമയം ആ തടി വീടിനകത്ത് നിന്ന് ഒരു പോലീസുകാരന് ഒരു സ്കൂളിൻ്റെ എംബ്ലം കിട്ടുന്നുണ്ട്. എംബ്ലം അല്ല, ലോക്കറ്റും അല്ല, ബാഡ്ജ്, അത് കിട്ടുന്നുണ്ട്. പോലീസുകാർ ഹീറോയോട് ഈ ക്രൈം സ്പോട്ടിൽ നിങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഇതിനും എന്തെങ്കിലും കഥകൾ പറയാനുണ്ടോ എന്ന് ചോദിക്കും. ഹീറോ പറയും, അന്ന് ട്രെയിൻ ട്രാക്കിൽ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു സൈക്കിൾ ഇട്ടിരുന്നത്. പക്ഷേ ഈ കേസ് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ പേര് പറഞ്ഞില്ല. പക്ഷേ ഇതെല്ലാം ഞാൻ പോലീസിൽ വന്ന് പറയുമെന്ന് തലേ ദിവസം അവനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരിക്കാം അവൻ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. നിങ്ങളിങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞാലോ, നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുന്ന സമയത്ത് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോലീസുകാരി പെണ്ണ് അവളുടെ കാർഡ് ഹീറോയുടെ കയ്യിൽ കൊടുക്കും. ഹീറോ തിരികെ വീട്ടിലെത്തിയിട്ട് ആ പാതി കത്തിച്ചിരുന്ന ന്യൂസ് പേപ്പർ എടുത്ത് അത് മടക്കിയെടുത്ത് വെക്കാൻ നേരത്താണ് അതിൻ്റെ പിന്നിൽ മറ്റൊരു ന്യൂസ്. അന്ന് ട്രെയിൻ ആക്സിഡൻറ്റ് നടന്ന ദിവസം തന്നെ ഒരു കുട്ടിയെ കൂടെ മിസ്സായിരുന്നു, ഒരു പെൺകുട്ടിയെ മിസ്സായിരുന്നു. എന്നാൽ അവളുടെ ബോഡി കിട്ടുന്നത് ആ ട്രെയിൻ അകത്ത് വെച്ചാണ്. ദുരന്തം നടന്ന ആ ട്രെയിൻ അകത്ത് വെച്ചാണ്. അവളുടെ ബോഡി എങ്ങനെയാണ് ആ ട്രെയിൻ അകത്ത് വന്നതെന്നാണ് ഈ ന്യൂസിൽ പറയുന്ന മിസ്റ്ററി. അവളുടെ പേരെന്താണെന്ന് നോക്കുമ്പോഴാണ് ഹീറോ ഞെട്ടുന്നത്, എലിസബത്ത് വാലന്റൈൻ. ഹീറോ അപ്പം തന്നെ കാർ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വെച്ച് പിടിക്കും. അവിടെ ചെന്ന് പോലീസുകാരി പെണ്ണിനോട് കാര്യങ്ങളെല്ലാം പറയും. അന്ന് ട്രെയിൻ ആക്സിഡന്റ് നടക്കുന്നതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് ഈ പെൺകുട്ടി ഓടിപ്പോകുന്നത് ഞാൻ കണ്ടിരുന്നു. എന്നാൽ ആ ന്യൂസ് പേപ്പറിൽ എലിസബത്തിന്റെ മുഖം കത്തിപ്പോയിട്ടുണ്ട്. അത് കാണുന്ന പോലീസുകാരി പെണ്ണ് ചോദിക്കും, നിങ്ങൾ അവളുടെ മുഖം കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അവൾ അന്ന് ഓടിയ കാര്യം നിങ്ങൾക്ക് മനസ്സിലായത്?
ഹീറോ പറയും, ചിലപ്പോൾ എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. കഴിഞ്ഞ വർഷം എൻ്റെ മകൾ മരിച്ചു. അവളുടെ മരണം എനിക്ക് എന്തോ ഒരു വാതിൽ തുറന്ന് തന്ന പോലെയായിരുന്നു. എനിക്ക് മരിച്ചവരെയെല്ലാം കാണാൻ പറ്റുന്നു. അങ്ങനെയാണ് ഞാൻ എലിസബത്തിനെ കണ്ടത്. ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. പോലീസ് പെണ്ണ് പറയും, നിങ്ങളുടെ ഈ പ്രശ്നത്തിന് ഞാനല്ല നിങ്ങളെ സഹായിക്കേണ്ടത്. നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ പോയി കാണണം. പെട്ടെന്ന് ഹീറോ അവളുടെ അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ അമ്മ ബ്രിട്ടീഷ് കലർന്ന ഒരു ഇംഗ്ലീഷ് ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർ നിങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത് ബെന്നി എന്നാണ്. അവർക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വരും. ഞാൻ പറഞ്ഞതെല്ലാം ശരിയല്ല എന്ന് ചോദിക്കുമ്പോൾ പോലീസ് പെണ്ണ് പറയും, നിങ്ങൾ എന്താ ഇവിടെ നിന്ന് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയിക്കോ. അവിടെ നിന്ന് ഇറങ്ങുന്ന ഹീറോ കാറിൽ വന്ന് കയറുമ്പോൾ തൊട്ടടുത്ത സീറ്റിൽ എലിസബത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പാവക്കുട്ടി. അതെങ്ങനെയാണ് അവിടെ വന്നതെന്ന് ഹീറോക്ക് അറിയില്ല. എന്തായാലും ഹീറോ അതും എടുത്തുകൊണ്ട് ചെല്ലുന്നത് അവർ പണ്ട് കാട്ടിൽ വെച്ച് ഒരു കാർ കണ്ടില്ലായിരുന്നോ, അതേ സ്പോട്ടിലേക്കാണ് കാർ ഓടിച്ച് ചെല്ലുന്നത്. പാവയെ എടുത്ത് മുന്നിൽ വെച്ച് ഹീറോ, എലിസബത്ത് വാലന്റൈൻ, നീ എനിക്ക് സത്യം കാണിച്ച് താന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവൾ കാറിൻ്റെ ചില്ലിന് ഒരൊറ്റ അടി. പിന്നെ മുന്നിലെ ചില്ലിനും സൈഡിലെ ചില്ലിനും ഒക്കെ അവൾ തട്ടിമുട്ടിയിട്ട് നേരെ മുന്നിൽ വന്ന് നിൽക്കും. അവളിപ്പോൾ പ്രേതങ്ങളുടെ ഒരു രുദ്രഭാവത്തിലാണ് വന്ന് നിൽക്കുന്നത്. അത് കണ്ട് ഹീറോ പേടിച്ച് നിൽക്കുമ്പോൾ അവൾ ഹീറോയോട് കൂടെ വരാൻ പറയും. ഹീറോ അപ്പം തന്നെ കാറിൽ നിന്ന് ഇറങ്ങി അവളുടെ പിന്നാലെ ചെല്ലും. അതേ സമയത്ത് പോലീസ് പെണ്ണ് കൊളീഗിന് ആ തടി വീട്ടിൽ നിന്ന് ഒരു എംബ്ലം കിട്ടിയില്ലായിരുന്നു, ഒരു സ്കൂളിൻ്റെ ബാഡ്ജ്. അതെടുത്ത് നോക്കുമ്പോൾ എലിസബത്തിൻ്റെ കേസുമായിട്ട് എന്തോ ഒരു ബന്ധം തോന്നും. എലിസബത്ത് പഠിച്ചിരുന്ന സ്കൂൾ ഏതാന്ന് ആ ന്യൂസ് പേപ്പറിൽ നോക്കുമ്പോഴാണ് മനസ്സിലാവുക. ആ ബാഡ്ജ് അവൾ പഠിച്ചിരുന്ന സ്കൂളിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് എലിസബത്തിൻ്റെ ബാഡ്ജ് ആയിരിക്കുമോ? അവൾ പെട്ടെന്ന് തന്നെ എലിസബത്തിൻ്റെ കേസ് ഫയൽ എടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിൽ കാണുന്നത് അവളുടെ ബോഡി ആ ട്രെയിനിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ ആ കേസ് ക്ലോസ് ചെയ്തു എന്നാണ്. അവിടെ നിന്ന് അവൾ നേരെ വരുന്നത് ഹീറോയെ കാണാനായിട്ട് ഹീറോയുടെ അച്ഛൻ്റെ വീട്ടിലേക്കാണ്. അവിടെ എത്തുമ്പോൾ അച്ഛൻ പറയും, അവൻ ഇവിടെ നിന്ന് എങ്ങോട്ടോ പോയി, എങ്ങോട്ടോന്ന് മനസ്സിലായില്ല. കുഴപ്പമില്ല, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൾ അകത്ത് കയറിയിരിക്കും. 20 വർഷം മുന്നേ ഇവിടെ സംഭവിച്ചിരുന്നൊരു ട്രെയിൻ അപകടമില്ലായിരുന്നു, അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ കേസ് ഫയലിൽ നിങ്ങൾ പറയുന്നത് ആ അപകടം നടന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്നൊരു കോൾ വന്നു, അപ്പോഴാണ് നിങ്ങൾ അവിടേക്ക് ചെല്ലുന്നതെന്നാണ്. നിങ്ങൾ അന്ന് ഏത് വഴിയാണ് അങ്ങോട്ട് ചെന്നിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, അങ്ങോട്ട് പോകാനായിട്ട് ഒരൊറ്റ വഴിയുള്ളൂ, അതുവഴിയാണ് ഞാൻ പോയിരുന്നത്. അവൾ പറയും, അന്ന് ട്രെയിൻ മറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ആ വഴിയെ തടസ്സപ്പെടുത്തിയായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങളുടെ കാറ് അതിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ വീണ് കിടക്കുന്ന ട്രെയിൻ ബോഗികളെല്ലാം കടന്ന് നിങ്ങളുടെ കാർ അപ്പുറത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. കൂടെ തന്നെ അന്ന് സംഭവിച്ചിരുന്ന ഈ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചിട്ട് എലിസബത്തിൻ്റെ ഫോട്ടോ അയാളുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും. അന്ന് ഇവളെ മിസ്സിംഗ് ആയിരുന്നു, എന്നാൽ അവളുടെ ബോഡി ആ ട്രെയിനിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾ ഈ കേസ് ക്ലോസ് ചെയ്തു. അതെന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്തത്? അച്ഛൻ പറയും, ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു. ഞാൻ ആ കോള് വന്നതിന് ശേഷമാണ് അവിടെ എത്തിയത്. അവളുടെ ബോഡിയും ആ ട്രെയിനിൽ വെച്ചാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതേസമയത്ത് എലിസബത്തിന്റെ പിന്നാലെ ഓടുന്ന ഹീറോ ചെന്നെത്തുന്നത് ആ ട്രെയിൻ ട്രാക്കിന് അടുത്തുണ്ടായിരുന്ന തടി വീടിനടുത്തേക്കാണ്. അപ്പോഴാണ് അന്ന് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഹീറോ കാണുന്നത്. അന്ന് ഹീറോ ട്രെയിൻ ട്രാക്കിന് അടുത്തെത്തിയപ്പോൾ ആ തടി വീടിനകത്ത് നിന്ന് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് ഹീറോ കാണും. ഹീറോ ശബ്ദം ഉണ്ടാക്കാതെ അതിനകത്തേക്ക് ചെന്ന് എത്തി നോക്കും. അപ്പോഴാണ് കാണുന്നത് എലിസബത്ത് വാലന്റൈൻ എന്ന ആ പെൺകുട്ടിയെ ഹീറോയുടെ അച്ഛൻ അതിനകത്തിട്ട് ദാരുണമായിട്ട് പീഡിപ്പിക്കുകയാണ്. അവൾ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഹീറോക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹീറോയുടെ അച്ഛനെ തന്നെ അതിനകത്ത് കണ്ടിട്ട് അവൻ അമ്പരന്നാണ് നിൽക്കുന്നത്. അതേ സമയത്താണ് അങ്ങോട്ട് വേഗത്തിൽ ട്രെയിൻ വരുന്നത്. എന്നാൽ അകത്ത് നിന്ന് അച്ഛൻ എലിസബത്തിനെ പീഡിപ്പിക്കുന്നത് കുറച്ചുകൂടെ ക്രൂരമായി വരുമ്പോൾ അവൾ രക്ഷപ്പെടാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ലിവർ പിടിച്ച് വലിക്കും. എന്നാൽ അത് ട്രെയിനിൻ്റെ ട്രാക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ലിവർ ആയിരുന്നു. വേഗത്തിൽ വരുന്ന ട്രെയിന് പെട്ടെന്ന് തന്നെ ട്രാക്ക് മാറിയപ്പോൾ അവിടെ മലർന്നടിച്ച് വീഴാണ് ചെയ്ത്. ഇതെല്ലാം കാണുന്ന ഹീറോ പേടിച്ച് തരിച്ച് അവിടെ ഇരിക്കും. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ട്രെയിനാണെങ്കിൽ തവിട് പൊടിയായിട്ട് വീണിരിക്കുകയാണ്. അപ്പോഴേക്ക് ഹീറോയുടെ അച്ഛൻ അകത്ത് എലിസബത്തിനെ പീഡിപ്പിച്ച് കൊന്നു കഴിഞ്ഞു. ആ ബോഡി എടുത്ത് ഹീറോയോടൊന്നും സംസാരിക്കാതെ ആ ട്രെയിൻ അകത്ത് കൊണ്ടുവെക്കും. അവിടെ നിന്ന് ഇറങ്ങുന്ന അയാൾ ഹീറോയെ മെയിൻ ചെയ്യാതെയാണ് അവിടുന്ന് പോവുക. അതിനുശേഷം മുതൽ അങ്ങേര് ഹീറോയെ പറഞ്ഞ് ഇത് നിന്റെ തെറ്റാണെന്ന് പറഞ്ഞ് ഹീറോയെ പറ്റിച്ചു. ഇത് കണ്ടു പേടിച്ച് ട്രോമ സ്റ്റേജിലേക്ക് പോയ മകനെ അങ്ങേര് മാനിപ്പുലേറ്റ് ചെയ്ത് ഇതെല്ലാം നിന്റെ തെറ്റാണ്, നീ സൈക്കിൾ ഇട്ടത് കൊണ്ടാണ് ആ ട്രെയിൻ മറിഞ്ഞതെന്ന് അവനെ പറഞ്ഞ് പറ്റിച്ചു. അതായിരുന്നു അന്ന് അവിടെ ശരിക്കും സംഭവിച്ചിരുന്നത്. ഇവിടെ പോലീസ് പെണ്ണ് അച്ഛനോട് ചോദിക്കും, അന്ന് നിങ്ങളുടെ മകന് കാണാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം കണ്ടിരുന്നു, ശരിയല്ലേ എന്ന് ചോദിക്കും. അതിനും അച്ഛനൊന്നും സംസാരിക്കാനില്ല. എന്തായാലും നിങ്ങളുടെ മോൻ വരുന്നത് വരെ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഓക്കെ എന്നും പറഞ്ഞിട്ട് നിനക്കൊരു ചായ എടുക്കാമെന്ന് പറഞ്ഞ് നേരെ മേശയുടെ അടുത്തേക്ക് ചെല്ലും. എന്നാൽ നമ്മുടെ പോലീസ് പെണ്ണിന് മനസ്സിലായിട്ടുണ്ട് അങ്ങേര് എന്തോ ഒരു പണി തരാൻ പോവുകയാണെന്ന്. അവൾ പോക്കറ്റിലേക്ക് ഗണ്ണിന് കൈവെക്കും. എന്നാൽ അങ്ങേര് പെട്ടെന്നൊരു ടോർച്ച് എടുത്ത് അവളുടെ തലക്കൊരൊറ്റ അടി. അവളുടെ ബോധം അപ്പം തന്നെ പോയി. എന്നിട്ട് അവളുടെ കാറ് അങ്ങേരുടെ വർക്ക്ഷോപ്പിലേക്ക് കയറ്റി വെച്ചിട്ട് അവളെ എടുത്ത് ഡിക്കിയിലിട്ട് വെക്കും. അവളുടെ ഫോണും അങ്ങേരെ എടുത്ത് കീശയിലിട്ട് വെക്കുന്നുണ്ട്. അതേ സമയത്ത് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ മകൻ കാറിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അച്ഛൻ വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നിങ്ങളിവിടെ എന്താ ചെയ്യുന്നതെന്ന് മോൻ ചോദിക്കുമ്പോൾ നിന്നെ ഇവിടെ എവിടെയും കണ്ടില്ല, നിന്നെ തിരഞ്ഞിറങ്ങിയതായിരുന്നു എന്ന് അച്ഛനും പറയും. എന്നാൽ അങ്ങേരുടെ കാലിൽ ചെരുപ്പ് പോലും ഇല്ല. ഹീറോയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നും. ഹീറോ പറയും, ഞാൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി. അന്ന് എലിസബത്ത് വാലന്റൈൻ എന്ന
പെൺകുട്ടിയെ നിങ്ങളാണ് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. ഇപ്പോൾ സത്യങ്ങളെല്ലാം തുറന്നു പറയാനുള്ള സമയമാണ്. ഹീറോ ഫോൺ എടുത്ത് സത്യങ്ങളെല്ലാം പോലീസിലേക്ക് വിളിച്ചു പറയാൻ അച്ഛനോട് പറയും. എന്നാൽ അച്ഛൻ നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നാണ് ചോദിക്കുക. എല്ലാം മനസ്സിലാക്കി തരാമെന്നും പറഞ്ഞ് ഹീറോ പോലീസുകാരി പെണ്ണിന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുമ്പോൾ ഹീറോയുടെ പോക്കറ്റിൽ നിന്നാണ് ആ ഫോൺ റിങ് ചെയ്യുന്നത്. ഹീറോക്ക് മനസ്സിലായി അവൾ അച്ഛൻ എന്തോ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങേര് ഗണ്ണെടുത്ത് അവൻ്റെ നേരെ പിടിക്കും. മോൻ പെട്ടെന്ന് തന്നെ വർക്ക്ഷോപ്പിലേക്ക് കയറിക്കോന്ന് പറയും. അങ്ങേര് ഗണ്ണും പിടിച്ചുകൊണ്ട് അവനെ വർക്ക്ഷോപ്പിലേക്ക് കയറ്റി നിർത്തും. അപ്പോഴാണ് ആ പോലീസുകാർ അവനവിടെ കാണുക. തന്തപ്പിടി പറയും, അന്നത്തെ സംഭവത്തിന് ഞാൻ മാത്രമാണോ കുറ്റക്കാരൻ? നീയും ഒന്നും പേടിച്ച് പോലീസുകാരോട് പറഞ്ഞില്ല, നീയെല്ലാം മറച്ചു വെച്ചു. ഒരിക്കലും ഇതെൻ്റെ മാത്രം തെറ്റല്ല, നമ്മൾ രണ്ടുപേരും ചെയ്തൊരു തെറ്റാണിത്. അപ്പോഴാണ് പോലീസുകാരി പെണ്ണ് ഡിക്കിന്ന് വാതിലിട്ട് മുട്ടുക, ഡിക്കിക്കിട്ട് മുട്ടുക. പെട്ടെന്ന് അച്ഛൻ്റെ ശ്രദ്ധ അങ്ങോട്ട് മാറുമ്പോൾ ഹീറോ ഗണ്ണ് തട്ടിപ്പറിച്ച് അങ്ങേരെ താഴെയിട്ട് അങ്ങേരുടെ മേലെ കയറിയിരിക്കും. കഴുത്തും ഞെരിച്ചുകൊണ്ട് അങ്ങേരെ കൊല്ലാൻ നോക്കുമ്പോൾ അങ്ങേർക്ക് അപ്പോഴാണ് അവിടെ നിന്നൊരു മങ്കി സ്പൈനർ കിട്ടുക. അതെടുത്ത് അവൻ്റെ തലക്കിട്ട് ഒരൊറ്റ അടി, അവൻ്റെ ബോധവും അവിടെ വെച്ച് പോയി. ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിറ്റേന്ന് രാവിലെ അച്ഛൻ അവരെ രണ്ടുപേരെയും വണ്ടിയിൽ എടുത്തിട്ടിട്ട് പെട്രോളുമായിട്ട് കാർ എവിടെയോ ഇട്ട് കത്തിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ അതേ സമയത്ത് പോലീസുകാരി പെണ്ണിന് ഡിക്കിയിൽ വെച്ച് ബോധം വരുന്നുണ്ട്. എന്നാൽ അവളുടെ കൈ ലോക്കിട്ട് വെച്ചിരിക്കുകയാണ്. അവൾ ആർത്ത് വിളിക്കുന്നുണ്ട്, രക്ഷിക്കണേ രക്ഷിക്കണേ, ആരെങ്കിലും പുറത്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ പിൻസീറ്റിൽ തന്നെ ഹീറോയും കിടക്കുന്നുണ്ട്. പക്ഷേ ഹീറോക്കും ബോധമില്ല. അന്നേരമാണ് കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ മുന്നിലേക്ക് എലിസബത്തിന്റെ ആത്മാവ് വന്ന് നിൽക്കുന്നത്, പ്രേതം വന്ന് നിൽക്കുന്നത്. അച്ഛൻ അത് കണ്ട് വിജൃംഭിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് കാറിന്റെ കൺട്രോൾ പോവും. കാറ് നേരെ ഒരു പോസ്റ്റിനടിച്ച ഒരു ഒറ്റ ഇടി. ആ കറക്കത്തിൽ ഹീറോ കാറിൽ നിന്ന് തെറിച്ച് പുറത്ത് വീഴും. എന്നാൽ കാറ് വീണ്ടും 2 കറക്കം കറങ്ങി നേരെ ചെന്ന് എത്തിപ്പെടുന്നത് റെയിൽവേ ട്രാക്കിലേക്കാണ്. എന്നാലും പേടിക്കാനൊന്നുമില്ല, കാറ് സ്റ്റാർട്ട് ചെയ്താൽ അവിടുന്ന് പോകാനേ ഉള്ളൂ. പക്ഷേ കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ എന്ത് നോക്കിയിട്ടും കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. എന്നാൽ പുറത്തിറങ്ങി ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ ഡോറാണെങ്കിൽ തുറക്കുന്നില്ല. അതെല്ലാം തനിയെ ലോക്കായി. എന്നാൽ അങ്ങേരെ പോലെ തന്നെ കാറിന്റെ ഡിക്കിയിലും പോലീസുകാരി പെണ്ണ് ലോക്കായി കിടക്കാണ്. അതേ സമയത്താണ് പുറത്ത് ഹീറോക്ക് ബോധം വരുന്നത്. അതേ സമയത്ത് തന്നെ അവിടെ ചുവന്ന ലൈറ്റ് തെളിഞ്ഞു. ട്രെയിൻ വരാനായിട്ട് പോവുകയാണ്. അത് കാണുന്ന അച്ഛൻ പുറത്തേക്ക് നോക്കിയിട്ട് എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയും. ഹീറോ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മുന്നിൽ തന്നെ അച്ഛൻ്റെ ഗണ്ണ് കാണും. അവൻ അതെടുത്ത് കാറിലേക്ക് ഷൂട്ട് ചെയ്യും. അവൻ ഷൂട്ട് ചെയ്യുന്നത് ഡിക്കിയെ നോക്കിയിട്ടാണ്. 3-4 ഷോട്ട് കൊണ്ട് തന്നെ ആ ഡിക്കി എങ്ങനെയാ തുറന്നു വരും. അതിൽ നിന്ന് പോലീസുകാരി പെണ്ണ് ചാടി താഴേക്ക് ഇടും. അവളുടെ കൈക്ക് വിലങ്ങ് വെച്ചിട്ടുണ്ട്. മാത്രമല്ല തലക്കൊരടി കൊണ്ടതുകൊണ്ട് തന്നെ അവൾക്ക് എഴുന്നേറ്റ് ഓടാനുള്ള ഒരു ബോധം കിട്ടുന്നില്ല. അപ്പോഴും തന്തപ്പടി രക്ഷപ്പെട്ടിട്ടില്ല. ഹീറോയെ നോക്കിയിട്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുമ്പോൾ എന്തായാലും തന്തയല്ല എന്ന് വിചാരിച്ച് ഹീറോ ചില്ലിന് നോക്കി ഒരൊറ്റ ഷോട്ട്. ചില്ല് പൊട്ടുമ്പോൾ തന്നെ തന്തപ്പിടി അതിൽ കൂടി ഇറങ്ങി രക്ഷപ്പെടാൻ നോക്കും. എന്നാൽ കാറിനകത്ത് നിന്ന് എലിസബത്തിന്റെ പ്രേതം അങ്ങനെ വലിച്ച് അതിലേക്ക് തന്നെ ഇട്ടു. അപ്പോഴേക്ക് ട്രെയിൻ അടുത്തെത്തി. ഹീറോ ഓടിച്ചെന്ന് പോലീസുകാരി പെണ്ണിനെയായിട്ട് ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം. ട്രെയിനാണെങ്കിൽ കാറിന് ഒരൊറ്റ ഇടി. ആ കാറ് ട്രെയിൻ അടിയിൽ പെട്ട് തന്നെ ചതഞ്ഞരയും. എന്നാൽ പിന്നെ അച്ഛൻ്റെ കാര്യവും പറയാനില്ല, അങ്ങേരും അതിൽ തന്നെ പെട്ട് തീർന്നു. ഇതെല്ലാം കണ്ട് ഹീറോ അമ്പരന്ന് നിൽക്കുമ്പോൾ ഹീറോയുടെ മറുവശത്തായിട്ട് സുന്ദരി കൊച്ച് എലിസബത്ത് വാലന്റൈൻ വന്ന് നിൽക്കും. അവളിപ്പോൾ പഴയ പോലെ പ്രേതമായിട്ടല്ല വന്ന് നിൽക്കുന്നത്, ഒരു സുന്ദരിയായിട്ടാണ് വന്ന് നിൽക്കുന്നത്. അത് കാണുന്ന ഹീറോക്ക് സന്തോഷമാവും. അവൾ എന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നത്, ഹീറോയെ കൊണ്ട് അവൾ അത് ചെയ്ത് തീർത്തു. എല്ലാം കഴിഞ്ഞവള് അതേ റോഡിൽ കൂടെ തന്നെ തിരിഞ്ഞ് അവിടെ നിന്ന് നടക്കും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താ ഹീറോ തിരികെ നാട്ടിൽ തന്നെ എത്തി. അവിടെ ഒരു കടൽ തീരത്തിരിക്കുകയാണ്. കൂടെ തന്നെ മകളും ഇരിക്കുന്നുണ്ട്. ശരിക്കും അവൾ അവിടെ ഇരിക്കുന്നില്ല. ഇതെല്ലാം ഹീറോയുടെ ഒരു തോന്നലാണ്. അവൾ മരിച്ചുപോയില്ലേ. അവൾ ഹീറോയുടെ നെറ്റിക്കിട്ട് ഒരു മുത്തം കൊടുത്തിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പം തന്നെ ഭാര്യ ഹീറോയുടെ തൊട്ടടുത്ത് വന്നിരുന്ന് നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിക്കും. ഞാനൊരു പുതിയ കുട്ടിയെക്കുറിച്ച് ആലോചിക്കുകയാണെന്ന് ഹീറോയും പറയും. അതായത് ഹീറോ ഭാര്യയോട് ചോദിക്കുന്നത് നമ്മൾ ഇങ്ങനെ നടന്നാൽ മതിയോ, നമുക്കൊരു കൊച്ചിനെ കൂടെ വേണ്ടതെന്നാണ്. ആദ്യത്തെ ഹീറോ ആയിരുന്നെങ്കിൽ ഇതൊന്നും ചോദിക്കില്ലായിരുന്നു. ഡിപ്രഷൻ അടിച്ചൊരു മൂല പോയി കിടക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം മാറി. ഹീറോ തിരിച്ച് ജീവിതത്തിലേക്ക് തന്നെ വന്നു. അതുകൊണ്ട് തന്നെ ഭാര്യയും ഇപ്പോൾ ഹാപ്പിയാണ്. അങ്ങനെ കടലിലെ തിരമാലകളെല്ലാം നോക്കി എണ്ണിരിക്കുന്ന അവരെയും കാണിച്ചുകൊണ്ട് ബാക്ക് ട്രാക്ക് എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലെ മറ്റൊരു സിനിമ കൂടെ ഏതോ ഒരു ഭാഷയിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതും ഇതും എല്ലാം കൊണ്ടും ഒരേപോലെയുള്ള സിനിമയല്ല. ആ സിനിമയിലും 2 ആത്മാക്കൾ ഹീറോയുടെ അടുത്തേക്ക് ഒരു സഹായം ചോദിച്ചു വരികയാണ്. പക്ഷെ ഇതിലെപ്പോലെ ആ ആത്മാക്കളും ഹീറോയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവസാനം ഹീറോ അവർക്ക് വേണ്ട ആവശ്യം ചെയ്തു കൊടുക്കുന്നതോടുകൂടെ അവരവിടെ നിന്ന് പോകും. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ മറക്കാതെ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഫിലിം ക്രോണിക്കൽ.